ആരാ വരുന്നത്? എന്താ ഇങ്ങനെ നോക്കുന്നേ? അച്ഛൻ ഇത് ആസാദ് ഭവനാണോ? അച്ഛൻ്റെ പേരെങ്ങനായിരുന്നു? ഇവിടെ വേറെ ആരും ഇല്ലയോ? എന്തോ മിണ്ടാതിരിക്കുന്ന ഊമയാണോ? ചേക്ക് 5 വയസ്സുടെ കുറവുണ്ടെന്ന് തോന്നുന്നല്ലോ. 5 വയസ്സുടെ അല്ല, അത് കറക്റ്റായിട്ട് കേട്ടല്ലോ. 1 രൂപയുടെ ഗുണമില്ല ഒരുത്തിനെ കൊണ്ട്. ഇവിടെ ഇരിക്കും. ആയിരിക്കും. അയ്യോ, വേറെ ആരും ഇല്ല വീട്ടിൽ. ഓ, വേറെ എന്തോ ആഗ്രഹം മക്കളെ. ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുക വീട്ടുകാർ. അപ്പച്ചനൊന്നും അനുസരിക്കത്തില്ല. ഭാര്യ അടുക്കളപാദത്തിന്റെ കീഴിലിരിപ്പുണ്ട്. എന്തുവാ? തേങ്ങ ഒതിക്കുന്ന വലിയ പാര. ഭാര്യ രണ്ടും ഒരുപോലൊക്കെയാ. ഇതൊന്നും നോക്കട്ടെ അപ്പച്ചനെ. ഇതൊക്കെ ഉണ്ടായിരുന്നോ? അപ്പച്ചൻ്റെ ഈ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത് വെക്കത്തില്ല. ഇവിടെ ഉള്ളവർ പറയുന്ന കേൾക്കുകയും വേണ്ട, അപ്പച്ചൻ ഇട്ടുള്ള പറയുകയും ചെയ്യാം. ഒത്തിരി ഗുളിയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം അപ്പച്ചൻ്റെ ഗുളികളാ. കറക്റ്റായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നേ? കറക്റ്റായിട്ടാ. എന്തുവാ അപ്പച്ചൻ നോക്കുന്നത്? ഒരു പന്തികേടുണ്ടല്ലോ. എന്തുവാ, ഒളിച്ചോടി പോവാന്നോ? ഒളിച്ചോടി ഇങ്ങോട്ട് വന്നതാ. അപ്പച്ചൻ കൊള്ളാലോ. ഇവിടുന്ന് ഹോം നേഴ്സിനെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചില്ലായിരുന്നു ഓഫീസിലോട്ട്, അതിന് വന്നതാ ഞാൻ. ഓ, പിള്ളേരുടെ നിർബന്ധമാ, എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അടാ, ഞാനാ ഹോം നേഴ്സ്. കൊള്ളാം, നമുക്ക് ഇങ്ങോട്ടൊക്കെ നിൽക്കണം. ആര്? എൻ്റെ കാര്യം പറഞ്ഞതാ. ഇവിടുത്തെ വീട്ടുകാരത്തേക്ക് ഭയങ്കര സംശയമാണ്. ഈ വയസ്സാം കാലത്തോ? ഓ, ഇതിനങ്ങനെ വയസ്സോ കാലോ വല്ലതും ഉണ്ടോ? എന്തിന് ഈ സംശയത്തിന്? ഞാൻ ഈ ഗുളിക മരുന്നും കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം, ഞാൻ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം. ആ സംശയങ്ങളായിരുന്നു. എവിടെ പോയി മാടമ്പള്ളിയിലെ ആ സംശയം രോഗി? ഗുളിക മേടിക്കാൻ പോയേക്കുവാ. കൊച്ചിന് ജോലി വല്ലതും ഉണ്ടായിരുന്നോ? പിന്നെ എന്തുവായിരുന്നു? പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിലായിരുന്നോ? എവിടെ പോവാ? സല്യൂട്ട് തരാൻ പോയായിരുന്നു. ആന്നില്ലയോ? ഇതുപോലെ കുറെ സല്യൂട്ട് മേടിച്ചവനായി KK എബ്രഹാം. അതിർത്തിയും തീവ്രവാദികളും എന്തിനു പറയുന്നു, ഈ നാടും ഈ വീടും എല്ലാം KK എബ്രഹാം എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. എന്താണ്ട് തിളക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പച്ച? അതെ, പട്ടാളക്കഥകൾ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ രക്തം തിളക്കുന്ന ശബ്ദമാണ് അത്. എല്ലായിടത്തും അടുപ്പിൽ എന്തെങ്കിലും തിളക്കുന്നുണ്ടോ? അയ്യോ, അരി